ഹായ്, ഞാൻ ഡോക്ടർ ആതിര മുരളി, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പന്തളം. എന്താണ് കോംപ്ലിമെൻ്ററി ഫുഡ്? അത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഏത് തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എത്ര നേരം കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. സോ യൂഷ്വലി നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് കൊടുക്കേണ്ടത് എപ്പോഴും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതും ഫാമിലിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റുന്നതും നല്ല ഹൈജീനിക് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫുഡുകളും ആയിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ മുത്താറി അല്ലെങ്കിൽ റാഗി കുറുക്ക്, പച്ച ഏത്തയ്ക്ക കുറുക്ക് എന്നിവ പോലത്തെ ഭക്ഷ്യവസ്തുക്കളാണ്. 6 മാസം മുതൽ കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 6 മാസം മുതൽ 8 മാസം വരെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്കൊരു 2 മുതൽ 3 നേരം വരെ മീൽസ് ആയിട്ട് നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഒരു സിംഗിൾ മീലായിട്ട് കൊടുക്കുക. ഇതേ സെയിം ഭക്ഷണം നെക്സ്റ്റ് ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി അലർജിയൊക്കെ വരാൻ സാധ്യതയുള്ള കുട്ടികളിൽ. ഇനിയും നമ്മൾ ഒരു 2 to 3 ടൈംസ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ മീൽ കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക്. ഇനിയും ഇത് കുറുക്ക് എന്ത് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്? ഭയങ്കര ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കുറുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലും എനർജിയുടെ അളവ് കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കുറുക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരു സ്പൂണിലെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒഴുകി സ്പൂണിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഉണ്ടാക്കാൻ. വല്ലാണ്ട് ലൂസായിട്ട് അത് ഒഴുകി പോകാനും പാടില്ല, അത് സ്റ്റിക്ക് ചെയ്ത് അതിൽ നിൽക്കാനും പാടില്ല. ഭയങ്കര തിക്കാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങാൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും.